ഇടുക്കി ഹൈറേഞ്ചിലേക്കുള്ള പ്രവേശന കവാടമായ തൊടുപുഴ നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. വിനോദസഞ്ചാരികൾക്കടക്കം ഗതാഗതക്കുരുക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിലും നഗരത്തിന്റെ വലിപ്പത്തിലുമുണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായി പരിഷ്കരണങ്ങൾ നടത്താത്തതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. ഹൈറേഞ്ചിലേക്കുള്ള കവാടം എന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ ടൂറിസം സർക്യൂട്ടിൽ സുപ്രധാന ഇടമാണ് തൊടുപുഴയ്ക്കുള്ളത്. നഗരത്തിൽ വന്നുപോകുന്ന യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനവും നഗരം വികസിച്ചതുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. നഗരത്തിൽ KSRTC ജംഗ്ഷൻ മുതൽ വെങ്ങല്ലൂർ കവല വരെ നീളുന്ന വാഹനങ്ങളുടെ നീണ്ട നിര നിത്യസംഭവമാണ്. പക്ഷേ ഈ തൊടുപുഴയിൽ നിന്ന് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി കൂടുവാനോ അത് വിളിക്കുവാനോ ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനോ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. ഒരു KSRTC ബസ് സ്റ്റാൻഡ് അവിടെ വന്നിട്ട് ഒരു ബസ് നേരെ പാട്ടിന് ഇറങ്ങി പോവാനോ കയറി വരുവാനോ ഇടമില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ. പ്രശ്നം പരിഹരിക്കാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി ഫലപ്രദമായി ഇടപെടുന്നില്ല എന്നാണ് ആരോപണം. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യ അടക്കം പ്രയോജനപ്പെടുത്തി കുരുക്കഴിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ് MLA. നിയന്ത്രിതമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് കൺട്രോൾ സിസ്റ്റം കൊണ്ട്, കാരണം നമുക്ക് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അത് അവിടെയുള്ള ഈ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റും വ്യവസായ സ്ഥാപനങ്ങളും പൊതുജനവും ഒക്കെ ഉള്ള ഒരു പങ്കാളിത്തത്തോടു കൂടി ഒരു മാസ്റ്റർ പ്ലാൻ ഈ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കും. നിരവധി ബൈപ്പാസുകളും ട്രാഫിക് ക്രമീകരണങ്ങളും കൊണ്ട് ആസൂത്രണത്തിൽ ശ്രദ്ധ നേടിയ നഗരമായിരുന്നു തൊടുപുഴ. പുതിയ പ്രതിസന്ധികളെ മറികടക്കാൻ അധികൃതർ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. മീഡിയ 1 ഇടുക്കി.